പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ പരിശുദ്ധ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലെ വായനകളാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത്. ഇന്നലെ നമ്മൾ പ്രഭാതത്തിൻ്റെ വായനയും പഴയ നിയമത്തിലെ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായനയും നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് രണ്ടാമത്തെ വായന, പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന മിഖാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ. മൂന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 25 വരെ വാക്യങ്ങൾ. ഇങ്ങനെ നമ്മൾ തുടർന്ന് വായിച്ചു പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. തുടർച്ചയായി ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുവാൻ നൽകുന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വചനം കർത്താവെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇത് പറയുന്ന ബലഹീനനായ എന്നെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ അധരം തുറക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കണമേ. ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനല്ലാതെ ഒരു വാക്ക് പോലും പറയുവാൻ കർത്താവെ ഇടയാകരുതേ എന്ന് അടിയാൻ താഴ്ന്നവരോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇത് അനേകരിലേക്ക് പകരുവാൻ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പ്രേക്ഷിതരായി ഈ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ തളരാത രോഗിയെ 38 വർഷമായി ബെത്സൈദ കുളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യപ്പെടുത്തി ധ്യാനിച്ചു. ഒപ്പം തന്നെ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അബ്രാഹത്തിന് നിത്യ ദേശത്തിൻ്റെ അവകാശം ദൈവം വാഗ്ദാനം ചെയ്തു. അവന് കിട്ടിയതുപോലെ അവൻ ഏകനായിട്ടും അത് കിട്ടി. എന്നാൽ ഞങ്ങളിന്ന് പലരാണ്, ഞങ്ങൾക്കും കിട്ടുമെന്ന് പാപത്തിൽ ജീവിക്കുന്ന ജനം സംസാരിച്ചപ്പോൾ അതിനെതിരെ ദൈവത്തിൻ്റെ താക്കീത് സ്വരമുയർന്നതുപോലെ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ ഇടയന്മാർക്ക് താക്കീത് നൽകിയതുപോലെ ഞങ്ങൾക്കും ശക്തമായൊരു താക്കീത് അവിടുന്ന് നൽകി. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വായന പഴയ നിയമത്തിൽ. ഇന്നലെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചു. ഇന്ന് രണ്ടാമത്തെ വായനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പഴയ നിയമത്തിലെ നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് ദുരിതം, ചൂഷകർക്കെതിരെയാണ് ഇന്ന് കർത്താവിൻ്റെ സംസാരം. തിന്മ കിടക്കയിൽ വച്ച് നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകിയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപഗാനം പാടും. ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രസംഗിക്കരുത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ. അപമാനം നമ്മെ പിടികൂടുകയില്ല എന്നവർ പ്രസംഗിക്കുന്നു. യാക്കോബിൻ്റെ ഭവനമേ, ഇങ്ങനെ പറയണമായിരുന്നു, കർത്താവിന് ക്ഷമയറ്റോ? ഇതൊക്കെ അവിടുത്തെ പ്രവൃത്തികളോ? നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ?
പ്രിയമുള്ളവരെ, ജനം ആദ്യം നമ്മൾ ഇന്നലെ ധ്യാനിച്ചതുപോലെ ജനം അവരവരുടെ കിടക്കയിൽ ചില ആളുകൾ ദുരുപായങ്ങൾ ആലോചിക്കുകയാണ്. ആഹാബും അവൻ്റെ ഭാര്യ ജസബേലും കിടക്കയിലാണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം എങ്ങനെ കൈവശമാക്കണമെന്ന് ചിന്തിച്ചത്. ഇന്ന് പലരും അവരുടെ കിടക്കയിൽ തിന്മ നിരൂപിക്കുകയും ദുരുപയോഗങ്ങൾ ആലോചിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് ദുരിതമെന്നാണ്. കയ്യൂക്കുള്ളതിനാൽ നേരം പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. രാത്രി ഇരുന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. എങ്ങനെ പണമുണ്ടാക്കണം, എങ്ങനെ മറ്റുള്ളവനെ ചതിക്കണം, മറ്റുള്ളവനെ ഏത് രീതിയിലാണ് കേസ് കൊടുക്കേണ്ടത്, അവനെയൊക്കെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന അസൂയ മൂത്ത് അത്യാഗ്രഹത്തിൻ്റെ ആർത്തി കൊണ്ടും അറുതിയില്ലാത്ത പണസ്നേഹം കൊണ്ടും മറ്റുള്ളവർ നന്നായി ജീവിക്കുന്നത് കാണുന്ന അസൂയ കൊണ്ടും ഉറക്കമില്ലാതിരുന്ന് ആലോചിക്കുകയാണ്. എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ നശിപ്പിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ദുരിതമെന്നാണ് പറയുന്നത്. ഈ നോമ്പ് കാലത്ത് ഇത്തരം ചിന്തകളൊക്കെ വിട്ടുകളയാനും വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരുന്നു. യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന സമാധാനപ്രിയരിൽ നിന്ന് നീ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ? നീതിനിഷ്ഠയോടെ പ്രവർത്തിക്കുന്നവന് ദൈവത്തിൻ്റെ വചനങ്ങൾ ഒത്തിരി നന്മ ചെയ്യും. അവൻ്റെ വചനം സമാധാനപൂർണമായ ജീവിതത്തിനും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയ്ക്കും ഏറെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം ചെലവഴിക്കാം. രാത്രി ആർക്കെങ്കിലും ഉറക്കം വരുന്നില്ലെങ്കിൽ മറ്റുള്ളവനെ എങ്ങനെ ചതിക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവവചനം വായിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും ജീവിതവിശുദ്ധി പ്രാപിച്ചു കഴിയുമ്പോൾ ധാരാളം സമ്പത്ത് ദൈവം തരും. വിശുദ്ധീകരിച്ച സമ്പത്ത്, നിയമപരമായ സമ്പത്ത്, അനീതിയില്ലാത്തത്. അബ്രഹാമിനെ പോലെ ധനവാനാകാൻ കഴിയും. ഇയ്യോബിനെ പോലെ ധനവാനാകാൻ കഴിയും. നീതിയുള്ള സമ്പത്തിൻ്റെ ഉടമകളായി തീരും. അതുകൊണ്ട് ഈ നോമ്പിൽ സെയിൻറ്റ് എഫ്രൈമിൻ്റെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. കൊല്ലുന്നൊരു നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുത്, നല്ലൊരു നിന്നിൽ പ്രീതി വരാൻ നല്ലുപദേശം നേടുക നീ. കൊല്ലുന്നൊരു നഞ്ചായവയം വെള്ളികൾ പൊന്നും നേടരുത്, നല്ലൊരു നിന്നിൽ പ്രീതി വരാൻ നല്ല ഉപദേശം തേടാൻ പറയുകയാണ്. നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് ദുരിതമാണ്. പ്രിയമുള്ളവരെ, നേരായി നടക്കുന്നവന് ദൈവവചനം ഗുണം ചെയ്യും. 3-ാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 25 വരെ വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വാക്യങ്ങൾ. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്ന് വിളിക്കുന്ന ഒരു ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം.
വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിക്കും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവീതികളിൽ മാലിന്യം പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ഇതാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 25 വരെ വാക്യങ്ങൾ. തിന്മയെ നന്മ എന്ന് പറയുന്നു. നന്മയെ തിന്മയെന്നും വിളിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദുരിതമെന്നാണ്. മദ്യ കോൺട്രാക്റ്റുള്ള ഒരു മനുഷ്യനോട് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് മദ്യപാനം പാപമാണ്, മദ്യം വിളമ്പുന്നത് പാപമാണ്, മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് പാപമാണ്. ഈ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം എടുത്ത് പറഞ്ഞു, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്, ദാനധർമ്മം ചെയ്യുന്നയാളാണ്, ദേവാലയത്തിൽ പോകുന്നയാളാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വരുമാനമാർഗം മദ്യവിൽപ്പന നിർത്തി വേറെ ഏതെങ്കിലും ആയിക്കൂടെ, ദൈവം അനവധിയായി സഹായിക്കില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം സംസാരിച്ച ആളോട് പറഞ്ഞു, എനിക്ക് ഈ ജോലി അറിയൂ, ഈ ജോലിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ പൈസയുടെ ആവശ്യമില്ലായിരിക്കാം. ഇവിടെ വന്ന ഒത്തിരി ആളുകൾ, വൈദികരും അങ്ങനെ പല ആളുകളും എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങാറുണ്ട്, അവരൊന്നും എന്നോടെങ്കിലൊന്നും സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് തന്നുകൊണ്ടിരുന്ന സഹായം ആ മനുഷ്യൻ ആ നിമിഷം തന്നെ നിർത്തി. പിന്നീടുന്നവരെയും സഹായിച്ചിട്ടില്ല. ഞങ്ങളെ പരിചയപ്പെടുത്തിയ മനുഷ്യൻ ഞങ്ങളെ കുറ്റം പറഞ്ഞു. നിങ്ങൾ ആളുകളെ നന്നാക്കാൻ നടക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ആരെങ്കിലുമൊക്കെ കയ്യോ കാലം പിടിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷ മഹത്തരമായതല്ലേ, അത് ചെയ്താൽ പോരെ, അപ്പം നിന്നാൽ പോരെ, കുഴിയണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തിയ മനുഷ്യൻ ഞങ്ങളോട് എതിരെ നിന്നു. എന്നുമാകട്ടെ പ്രിയമുള്ളവരെ, ഞാൻ അത് പറയാൻ വേണ്ടിയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ തിന്മയെ തൻ്റെ ജീവിതം കൊണ്ട് നന്മയെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എത്രയോ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള തിന്മപ്പെട്ട വഴികളിലൂടെ പോകുന്നു. അത് ദുരിതമാണ്, അല്ലെങ്കിൽ അത് പാപമാണെന്ന് അറിയാതെ തന്നെ നിരപരാധികൾക്ക് നീതി നിഷേധിക്കുകയും കുറ്റവാളിയെ മോചിപ്പിക്കുകയും ചെയ്യുന്ന അനേക ആളുകൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ. പലരും അവരുടെ റിട്ടയർമെൻറ്റ് കാലത്തൊക്കെ കേസാകുന്നതും ജയിലിൽ പോയിട്ടുള്ള അനുഭവങ്ങളുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനം
കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനം അനുസരിച്ചതുകൊണ്ട് ഒരു കുറവും സംഭവിക്കില്ല. മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിനേക്കാൾ വളരെ എളുപ്പത്തിൽ അവന് ബോധത്തോടുകൂടി ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ധാരാളം പണം സമ്പാദിക്കാൻ ദൈവം അവസരമൊരുക്കും. എത്രയോ മനുഷ്യർ നീതിയോടുകൂടി ഈ സമൂഹത്തിൽ ധനവാനായിരിക്കുന്നുണ്ട്. നീതിയോടുകൂടിയ പണം എത്രയോ മനുഷ്യർ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. എന്തിന് ഈ ദുരിതം പേറുന്ന അനുഭവത്തിൽ പോകുന്നത്? അത് കർത്താവിനെ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ്, ഈ വചനധ്യാനം നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകണം. വായിച്ചു കേട്ട് പോയാൽ പോരാ, വിശ്വാസത്തോടുകൂടി നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവെ ആരാധന. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. ലേഖനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 28 വരെ വാക്യങ്ങളാണ് പൊതുവിനെഴുതിയ ഒന്നാമത്തെ വായന. റോമിലെ യഹൂദരോടുള്ള പൗലോസ്ലീഹായുടെ നിഷ്കളങ്കമായ മാനസാന്തര അനുഭവ വിവരണമാണ് അവിടെ കാണുന്നത്. റോമിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വരുവാനുള്ള പശ്ചാത്തലവും അവിടെ വിവരിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് സ്നേഹപൂർവമായ പ്രതികരണം ലഭിക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണമെന്നുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി പൗലോസിലെ താമസിക്കുന്നിടത്ത് വന്നുകൂടിയവരോട് രാവിലെ മുതൽ വൈകിട്ട് വരെയും മോശയും പ്രവാചകരും പറഞ്ഞിട്ടുള്ളവയിൽ നിന്ന് യേശുവാണ് മിശിഹ എന്ന് പ്രബോധിപ്പിച്ചു. അതുവരെയും നല്ലൊരു അനുഭവമായിരുന്നു. എന്നാൽ പിന്നീട് ചിലർ അനുകൂലിച്ചു, ചിലർ പ്രതികൂലിച്ചു. പ്രതികൂലിച്ചവരെ ഉദ്ദേശിച്ച് യെശയ്യാപ്രവാചകൻ്റെ വാക്കുകൾ അനുസ്മരിപ്പിച്ച് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്തു. ഇതാണ് പ്രതികൂലിച്ചവർക്ക് കിട്ടിയ അനുഭവം. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് അനുകൂലരുടെ പക്ഷത്ത് ഈ നോമ്പിൽ ധ്യാനിക്കാം. രണ്ടാമത്തെ വായന റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ കൃപ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസം മൂലമാണ്. ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. കഷ്ടത്തിലും ഞെരുക്കത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം കഷ്ടത്തിലും ഞെരുക്കത്തിലും നമുക്ക് കൃപയിൽ കൂടുതൽ കൂടുതൽ വളരുവാൻ കഴിയും. മറ്റൊന്ന് പൗലോസിലെ പറയുന്നത് പ്രത്യാശ നമ്മളെ ലജ്ജിപ്പിക്കുന്നില്ല എന്നാണ്.
പരിശുദ്ധാത്മാവ് മൂലം ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കുന്നു. നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും, ദുഷ്ടന്മാർക്ക് വേണ്ടി ആരും മരിക്കാൻ സാധ്യതയില്ല എന്ന് പൗലോസിലെ പറയുകയാണ്. വളരെ വിരളമായിട്ട് നീ ആരെങ്കിലും ഒരു നീതിമാന് വേണ്ടി മരിക്കാൻ സന്നദ്ധത കാണിച്ചെന്ന് വരാം, സാധിക്കില്ല എന്നാലും കാണിച്ചെന്ന് വരാം. എന്നാൽ പാപിക്കും ദുഷ്ടനും വേണ്ടി ആരും മരിക്കില്ല എന്ന് പറഞ്ഞു കൊണ്ട് പൗലോസിലെ പറയുന്നു. എന്നാൽ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെ ക്രിസ്തു വഴി നാം ദൈവവുമായി നിരപ്പിനെ പ്രാപിച്ചു എന്നാണ് രണ്ടാമത്തെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. സന്ധ്യാവായനയും ഏവൻഗേലിയോനും അടുത്ത ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നു മുതൽ നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ ദിവസവും സുവിശേഷം നമുക്ക് ലേഖനങ്ങൾ, പഴയ നിയമ വായനകളൊക്കെ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. സമയം കിട്ടുന്നവരൊക്കെ എല്ലാ ദിവസത്തെയും വായനകൾ വായിച്ച് മുന്നോട്ട് പോവുക, ധ്യാനിക്കുക. ഇപ്പോൾ കേൾക്കുന്ന ഈ വായനകൾ ഒരു കാരണവശാലും മുടങ്ങാതെ ധ്യാനിച്ച് ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ബലിയിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ വിശുദ്ധിയിൽ സംബന്ധിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. നോമ്പ് കാലമായതുകൊണ്ട് സുറിയാനി സഭയിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണല്ലോ വിശുദ്ധ ആരാധന നടക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായി ആത്മാർത്ഥമായ ആരാധനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇങ്ങടുത്ത രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.